ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതും പതിവ് പോലൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എബിക്ക് കഴിക്കാനായിട്ട് ദോശയും സാമ്പാറൊക്കെ കൊടുത്തു. എൻ്റെ ജോലികളെല്ലാം തീർത്തതിന് ശേഷം അവനെ കൊണ്ട് ഞാൻ സ്കൂളിലോട്ട് കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുട്ടും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കാൻ ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒപ്പം അശ്വിനി കൂടെ ഉണ്ടായിരുന്നു. അവൾക്കൊന്ന് 2-3 വട്ടം ഈ കയറ്റം ഒന്ന് കയറി ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 വട്ടമായി കേട്ടോ ഇങ്ങനെ കയറി ഇറങ്ങുന്നു. അപ്പോൾ അവസാനത്തെ വട്ടമായപ്പോൾ തന്നെ എബിയുടെ ബസ്സും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ തന്നെ വേറെയും പിള്ളേരൊക്കെ, വേറെ സ്കൂളിലെ പിള്ളേരും ഉണ്ട് അവിടെ നിന്ന്, അവരുമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ വീട്ടിലോട്ട് പോന്നു. അവളുടെ വീട്ടിലോട്ട്, ഞാൻ എൻ്റെ വീട്ടിലോട്ടും പോന്നു കേട്ടോ. അപ്പോൾ പീനട്ടെല്ലാം നല്ലതുപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, കാരണം മഴയൊക്കെ നനഞ്ഞിട്ട് ആകെപ്പാടെ ഒരു ഇതായിട്ടിരിപ്പുണ്ട്. പിന്നെ നേരെ വന്നിട്ട് എനിക്ക് വെള്ളം ചൂടാക്കി കുടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം തന്നെ ഞാൻ കുടിച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ചായയും മുട്ടയും കഴിച്ചു കേട്ടോ. അപ്പോൾ മുട്ട ഇന്ന് വറുത്താണ് കഴിച്ചത്, ചിക്കിയിട്ട് കഴിക്കുമല്ലോ, അങ്ങനെയാണ് കഴിച്ചത്. പിന്നെ ഉച്ചത്തേക്കുള്ള ചോറിന് വേണ്ടിയിട്ട് അരി തിളപ്പിച്ച് ചാക്സിൽ ഇറക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വന്ന് കിടന്നു കേട്ടോ. ഇച്ചിരി മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വന്ന് കിടന്നു. പിന്നീട് തുണികളെല്ലാം അലക്കി ഒതുക്കിയൊക്കെ വെച്ച് കേട്ടോ. പെട്ടെന്ന് വെച്ചിട്ട് എനിക്ക് വയ്യാണ്ടായി. അതുകൊണ്ട് തന്നെ വേറെ ജോലി ചെയ്യുന്നതോ ഫുഡ് കഴിക്കുന്നതോ ഒരു വീഡിയോ എനിക്ക് പിന്നെ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല നടുവേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് തന്നെ ഞാൻ പാലെടുത്ത് ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പതിവാണ്. നമ്മൾ മറ്റേ കവറ് പാലല്ല വാങ്ങിക്കുന്നത്, പശുവും പാലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് 2 ദിവസമൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പാല് കാച്ചി വയ്ക്കും. അതിനോടൊപ്പം തന്നെ അതൊന്ന് തന്നെ ഞാൻ പാൽപ്പാട എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാത്രിത്തേക്കുള്ള ചോറിനും ഞാൻ അരിയിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് തന്നെയാണ് ഉച്ചത്തേക്കും രാത്രിത്തേക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ചോറ് വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ അതാണ് കഴിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ഞായറാഴ്ച ദിവസമോ അല്ലെങ്കിൽ എബിക്കോ മാത്രമേ ഞങ്ങൾ വില അരിയിട്ട് ചോറ് വെച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരുടെ ഒരുമിച്ചിരുന്ന് തന്നെ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരുന്ന് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു ഫേവറേറ്റ് സാധനം അവൻ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് അമ്മയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതാണ്. എനിക്ക് ഈ വയ്യായികയൊക്കെ ഉള്ളതിൻ്റെ ഒരു മുഖഭാവമാണ് കേട്ടോ ഇത്. അത് ദേഷ്യപ്പെടുന്നതല്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് അങ്ങ് തിരിച്ചു കൊടുത്തു വിട്ടതാണ്. എനിക്ക് വയ്യായിക നല്ലതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം വരെയൊക്കെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് വേറെ വീഡിയോസൊന്നും എടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ കുറേ വിശേഷങ്ങളും ഒക്കെ എടുക്കണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചാണ്, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ചൂടോടെ തന്നെ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്തെന്നറിയില്ല കേട്ടോ, കുറേ ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് ഓരോരോ അസുഖങ്ങളായിട്ട് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല. ചിലർക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, ചില മാസങ്ങൾ മോശമായിരിക്കും, ചില മാസങ്ങൾ നല്ലതായിരിക്കും. എനിക്കിപ്പോൾ 4-5 വർഷം കൊണ്ടാണ് ഈ അടുപ്പിച്ചിങ്ങനെ അസുഖങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ വൈകുന്നേരത്തെ എൻ്റെ ഈ ഒരു കുളിയാണ് കേട്ടോ. മിക്ക ദിവസങ്ങളും ഞാൻ വൈകുന്നേരത്താണ് കുളിക്കണത്. മറ്റേ നല്ല ചൂടായിരുന്ന സമയത്ത് ഞാൻ രാത്രി 9 മണിക്കും കുളിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പെട്ടെന്ന് തലമുടി ഉണങ്ങും. എന്നാൽ പോലും ഇപ്പോൾ സന്ധ്യയ്ക്കൊക്കെയാണ് ഞാൻ കുളിക്കുന്നത്. കല്യാണത്തിന് മുന്നേ ഞാൻ അങ്ങനെ കുളിച്ചിട്ടേ ഇല്ല കേട്ടോ. രാവിലെ തന്നെ ഞാൻ കുളിക്കുമായിരുന്നു. ഇപ്പോൾ സ്കൂളിലോ കോളേജിലും പോകുന്നതിന് മുന്നേ തന്നെയായിരുന്നു. ആ സമയത്താണെങ്കിൽ പോലും ക്ലാസ് ഒന്നുമില്ലാത്ത സമയങ്ങളിലാണെങ്കിലും ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ രാവിലെ തന്നെ എൻ്റെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് രാവിലെ കുളിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള കുളിയേ ഇല്ല. അഥവാ പോയാൽ ഒരു 3 മണി, അതിന് മുന്നേ എന്തായാലും കുളിക്കും. ഇത്രയും ലേറ്റായിട്ട് ഇവിടെ വന്നതിന് ശേഷം, അതായത് ഇപ്പോൾ ഒരു 5 വർഷം കൊണ്ട് 5 വർഷമൊക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ലേറ്റായിട്ട് കുളിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് ഉണ്ട് താനും. ജലദോഷവും ചുമയും തൊണ്ടവേദന, രാത്രിയാകുമ്പോഴത്തേക്ക് തൊണ്ടവേദന ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ തൊണ്ടവേദന എടുക്കും കേട്ടോ. പിന്നെ ഇന്ന് വേറെ വീഡിയോ ഒന്നും എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഇങ്ങനത്തെ കുറേ വീഡിയോ മാത്രം ഇങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ നോക്കി സംസാരിക്കുന്ന കലണ്ടറിൽ എന്തോ ഡേറ്റ് എടുത്ത് നോക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും എന്തായാലും ചായ കുടി കഴിഞ്ഞല്ലോ, വീട്ടിലോട്ടൊന്ന് വീഡിയോ കോൾ വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിലോട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് മിക്കുന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ടോമി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കൊടുത്തപ്പോഴത്തേക്ക് അവനത് വേണ്ട, അവൻ കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവന് വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആശാനൊരു നുള്ളു അടിയൊക്കെ ഉണ്ട് മിലുവിന്. എന്നാലും ഇപ്പം അങ്ങനെ വലുതായിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ.
ഞാൻ മിലുവിനെ മാത്രം വിളിച്ച് സംസാരിക്കുമ്പോൾ ഓടി വരും. ഇതിപ്പോൾ എബിയുണ്ട് കേട്ടോ. എബി ദാവനുമായിട്ട് ഒന്ന് ഒളിച്ച് കളിക്കുകയാണ്. അപ്പോൾ എബി എന്നൊക്കെ വിളിച്ച് വരും. ഭയങ്കര ഇഷ്ടമാണ് എബിയുടെ അടുത്ത്. ആ ഒരു സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങൾക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പെട്ടെന്നൊരു സങ്കടവും സന്തോഷവും ഒക്കെ തോന്നാറുണ്ട് മിക്കുവിൻ്റെ ആ ഒരു സ്നേഹം കാണുമ്പോൾ. ഇത് കാണിക്കുന്നത് എബിക്ക് വാങ്ങിച്ച ആ ഒരു ചെണ്ട എടുത്ത് മിക്കു കൊട്ടുന്നതാണ് കേട്ടോ. എബിയെ കാണിക്കാൻ വേണ്ടി ചെണ്ട കൊട്ടുന്നു. പിന്നെ ചെണ്ട എടുത്തോണ്ട് എബിയുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നു. എബി ചോദിക്കുമ്പോൾ ആ സ്റ്റിക്ക് എടുത്ത് നീട്ടി കൊടുക്കുന്നു. അങ്ങനെ കണ്ട ഭയങ്കര, എനിക്കത് കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട് അവൻ്റെ ഓരോ ആക്ടിങ്. മിലു പാവം, നമുക്ക് പേടിയാണ് ഇനി അത് വെച്ച് മിലുവിനെ അടിക്കുമോ എന്നൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ മിക്കുവിൻ്റെ ആ ഓരോരോ പ്രവൃത്തികളൊക്കെ. എന്നാലും പാവമാണ് കേട്ടോ ആശ. ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ അടുത്തും. ആരുടെ അടുത്തും ഒരു വഴക്കോ ഒന്നുമില്ല കേട്ടോ. എല്ലാവരുടെ അടുത്തും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നാൽ ഇവിടെ എല്ലാവരുടെ അടുത്തും ഭയങ്കര ഇഷ്ടമാണ്. അഞ്ജുവിൻ്റെ വീട്ടിൽ പോയാൽ അവിടെ എല്ലാവരുടെ അടുത്തും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് കേട്ടോ. അല്ല ഇവിടെ ഉള്ളവരെയാണ് ഭയങ്കര ഇഷ്ടം, അല്ലാതെ അവിടെ ഉള്ളവരെയാണ് ഭയങ്കര ഇഷ്ടം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവൻ എല്ലാവരെയും ഒരേപോലെ തന്നെ ഇഷ്ടമുണ്ട്. നല്ലൊരു ചെല്ല കുട്ടിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാനുമായിട്ട് കുറേ നേരം ഒരു വീഡിയോ കോൾ വിളിച്ചു. ഒളിച്ചു കളി നടത്തി, കണ്ണുപൊത്തി കളിയാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം അങ്ങ് പോയി. ഇത് വയ്യായിക ഉള്ളത് കൊണ്ട് തന്നെ വേറെ ജോലിയും ഒന്നും എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് തീർന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.